അതെ വല്ല കോഫി ഷോപ്പിലോ കഫേലോ വെച്ച് മീറ്റ് ചെയ്താൽ പോരായിരുന്നോ? ഇവിടെയൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാലോ? അയ്യോ, കോഫി ഷോപ്പിൽ പിന്നെ ആൾക്കാരെ ഉണ്ടാവില്ലല്ലോ. അവിടെ അല്ലേ കൂടുതൽ ആൾക്കാരുണ്ടാവുക. അത് ശരിയാണല്ലോ. അതല്ല, നിന്റെ ചേട്ടനുണ്ടല്ലോ, ആ മെറിനെ കാണാൻ ഇതുവഴിയാണ് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ സീനാവും. അങ്ങാണോ? എനിക്കറിയോ. ചേച്ചിയോടൊരു കാര്യം, റോക്സ് വരുമ്പോഴത്തേക്കും ആവശ്യമില്ലാണ്ട് തട്ടിക്കയറാനോ ചീത്ത പറയാനോ ഒന്നും നിൽക്കരുത്. കൺട്രോൾ. അതൊന്നും പറയാൻ പറ്റില്ല. അവരെന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും. ഒന്ന് ചേച്ചി കുളമാക്കാനല്ല, വിഷയം സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചോണ്ട് വന്നത്. പ്ലീസ്. ഇപ്പോഴെങ്ങാനും വരുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും പറയും. കൺട്രോൾ. ലേറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു വരൂലായിരിക്കും. അല്ല, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഹായ് ശിവു. നമസ്തേ. ഹായ് ചേച്ചി. ഞാനേ പ്രിന്റിംഗ് ഷോപ്പിൽ നിൽക്കായിരുന്നു, കടയുടെ പേര് പ്രിന്റ് അടിക്കാൻ വേണ്ടിട്ടേ. അല്ല, പ്രിന്റ് അടിച്ചില്ല. ഞാൻ ലാസ്റ്റ് ഔട്ട് കണ്ടപ്പോഴേ ആ ഡിസൈൻ അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല. ശിവുന് എങ്ങനെ ഉണ്ടായിരുന്നു? ഡിസൈൻ ഇഷ്ടപ്പെട്ടായിരുന്നോ? ആ ഡിസൈൻ ആർക്കും ഇഷ്ടപ്പെടൂല. ചേച്ചി കണ്ടായിരുന്നോ? ഓ, ഇവള് കാണിച്ചു തന്നേരം. എങ്ങനെ ഉണ്ടായിരുന്നു? അതല്ലേ പറഞ്ഞ ആർക്കും ഇഷ്ടം. അതല്ല വിഷയം. എനിക്കൊന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കണം. സംസാരിക്കാമല്ലോ. സംസാരിച്ചോ. എനിക്ക് കടയുടെ പേര് ഇഷ്ടമായില്ല. കടയുടെ പേര് ഇഷ്ടമായില്ല? നല്ല പേരല്ലേ ചേച്ചി? അയ്യേ, ഇവിടെ അളിഞ്ഞ പേര്. അങ്ങനെയൊന്നും അല്ല, പേരൊക്കെ നല്ല പേരാണ്. പക്ഷെ കടയ്ക്ക് ആ പേരിടാൻ പറ്റില്ല, കുറച്ച് സീനുണ്ട്. സീനുണ്ടോ? ഒന്ന് ചേട്ടാ, ആ പേരെങ്ങനെ എൻ്റെ വീട്ടുകാരാണ് നല്ല സീനാവും. എന്നെ പഠിത്തം നിർത്തും, എന്നെ പിന്നെ ചെന്നൈക്ക് വിടൂല, എൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ പേരൊന്നും മാറ്റണം ഷിബു. ഷിബു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരാളെ പരിചയപ്പെട്ടതിന്റെ പേരില് അയാളുടെ പേര് കടയ്ക്ക് ഇടുക എന്നൊക്കെ പറയുമ്പോഴേക്കും അത് നാട്ടുകാരും വീട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മോശമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്ക്. സംഭവം ശരിയാണ്. അങ്ങനെ ചാടിക്കയറി ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അത്രയൊന്നും ചിന്തിക്കേണ്ട വിവരമില്ലല്ലേ ചേച്ചി. പിന്നെ നല്ല പേരായിരുന്നു. എന്നാ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടെ ചേച്ചി പറഞ്ഞു തരട്ടെ. ഷിബു, ഇവളുടെ പുറകെ അങ്ങനെ ഇങ്ങനെ ഒന്നും നടന്ന് ശല്യപ്പെടുത്താനൊന്നും പറ്റത്തില്ല. ശല്യപ്പെടുത്തിയ ഞാൻ പുറകെ ശല്യപ്പെടുത്തണ ചോദിച്ചു നോക്കിയേ. ചെയ്താ? ഞാൻ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തണ ചോദിച്ചു നോക്കിയേ. ചെയ്താ? ഞാൻ മെസ്സേജ് ഇട്ട് ശല്യപ്പെടുത്തണ ചോദിച്ചു നോക്കിയേ. ചെയ്താ? പിന്നെ എങ്ങനെ ശല്യമായി? വേണ്ടെന്ന് പറയും. പിന്നെ ചെറിയൊരു ഇഷ്ടം തോന്നി, അത് തുറന്നു പറഞ്ഞു. തെറ്റാണോ അത്? അത് വേണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അത് വേണ്ടെന്നാ? ഓ, അങ്ങനെ. നിങ്ങളുടെ പേടി എനിക്ക് മനസ്സിലായി ചേച്ചി. പണ്ട് ഞാൻ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്? പണ്ട് അങ്ങനെ നടന്നു, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എന്നെ തിരിച്ച് ജീവിതത്തിലൂടെ കൊണ്ടത് നിങ്ങളൊക്കെയാണ്. ആ സ്നേഹം എനിക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ പേര് മാറ്റണം. അപ്പൊ ആ പേരൊന്നും മാറ്റണം അല്ലേ? അതല്ലേ പറഞ്ഞു. പേരൊന്നും മാറ്റണം. അയ്യോ, ചാവല്ലേ? ചാവാനൊന്നല്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചു. അപ്പൊ പേര് മാറണം അല്ലേ? മാറ്റാം. പകരമേ പാറമട മൊബൈൽസ് എന്നിട്ടാലോ? പാറമട മൊബൈൽസാ? അയ്യേ, ചീന പേര്. അങ്ങനല്ല, അത് അത്ര കൊള്ളൂല. എന്നാ പിന്നെ നിങ്ങളൊരു പേര് പറഞ്ഞോ. എന്നാ ഞാൻ ഒരു കിടിലൻ പേര് പറയട്ടാ. റോക്ക് സ്റ്റാർ മൊബൈൽസ്. അതിലാവുമ്പോ ഷിബു റോക്സിന്റെ റോക്കും ഉണ്ട്, പിന്നെ സ്റ്റാർ പോലെ കട കയറി കത്തുകയും ചെയ്യും. അത് നല്ല പേരാണ്. പിന്നെ കിടിലൻ പേരാ. പിന്നെ അടിപൊളി പേരല്ലേ? റോക്ക് സ്റ്റാർ മൊബൈൽസ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.